ഹായ് അസ്സലാമു അലൈക്കും. വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല മസാലയോട് കൂടിയിട്ടുള്ള ചിക്കൻ ഷവായ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ നല്ലൊരു മസാല റെഡിയാക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള, ഒരു തക്കാളി, പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക്, 4 ചുവന്ന മുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂണോളം മല്ലിയിലയും കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് അരച്ചെടുക്കുക. ഈ ഒരു അരപ്പ് ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ടെടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കനൊക്കെ ഞാൻ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ വരഞ്ഞ് കൊടുക്കുക എന്നാലും നമ്മുടെ ഈ മസാല ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ പിടിക്കുള്ളൂ. അപ്പോൾ നല്ലോണം ഒന്ന് മസാല തേച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ശേഷം ഒരു കുക്കറിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 3 വിസിൽ വരെ വേവിച്ചെടുക്കുക. അതിനുശേഷം തുറന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ഈ ഒരു ചിക്കന്. എന്നിട്ടൊരു 3 മിനിറ്റ് വരെ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ചൂടായിട്ടുള്ള ഈ ഒരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ടാക്കി എടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 3/4 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നൈസായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. നല്ലോണം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു ഗ്രേവി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഈ ഒരു ഗ്രേവി ഇതിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു ഗ്രേവിക്ക് നല്ലൊരു സ്മെല്ലും അതുപോലെ നല്ലൊരു ടേസ്റ്റുമാണ് കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക. അതിന് ശേഷം നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ഈ ഒരു ഗ്രേവി മൊത്തം ചിക്കനിലേക്ക് പിടിക്കുന്ന തരത്തിൽ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ ഷവായ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഫുൾ ചിക്കൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.